ഹായ് ഓൾ, വെൽക്കം ടു മെന്റർ മൈൻഡ്സ്. നമുക്കിന്ന് കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. മെയിൻലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ കോൺകേവ് മിറർ എന്താണ്, അതിൽ ഇമേജ് ഫോം ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് തുടങ്ങാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം സ്ഫിരിക്കൽ മിറേഴ്സ് അല്ലെ. സ്ഫിരിക്കൽ മിററിന്റെ ഒരു ടൈപ്പാണ് ഈ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി സ്ഫിരിക്കൽ മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഫിരിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ, അതിലൊരു ടൈപ്പ് മിററാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് മനസ്സിൽ വരേണ്ടത് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർഡ് കേർവ്ഡ് ഇൻവേർഡ്സ് ആയിരിക്കും. അതായത് ഒരു ബൗളിന്റെ ഉൾഭാഗം പോലെ ഉള്ളിലോട്ടായിരിക്കും കേർവ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഒരു കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓർമ്മ വരേണ്ട കാര്യം. ഇവിടെ ഇപ്പം കോൺകേവ് മിററിന്റെ ആപ്ലിക്കേഷൻസ് പോലെ നമുക്ക് ഡെന്റൽ മിററായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് മിററായിട്ടോ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടർ ടോർച്ച് റിഫ്ലക്ടർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ, ഒരു കുറഞ്ഞൊരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ഒരു കോൺകേവ് മിറർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും, ഒരു വലിയൊരു ഇമേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ഒരു മിററിന് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. മെയിൻലി 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതായത് ഇപ്പം ഒരു ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ പറയുമ്പോൾ 3 കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ഒരു സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആ ഇൻസിഡന്റ് റേ വന്ന് മിററിൽ വന്ന് തട്ടി തിരിച്ചു റിഫ്ലക്റ്റ് ആയി പോവല്ലോ. അതും അപ്പോഴും അവർ ആ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെയായിരിക്കും തിരിച്ചു പോകുന്നത്. ഇൻസിഡന്റ് ആയിട്ട് വരുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ആണെങ്കിൽ തിരിച്ചു പോകുന്നതും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസിലൂടെ പാരലൽ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നേരെ ഫോക്കസിലൂടെ ആയിരിക്കും റിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ഈ മൂന്നാമത്തത് ഇതിന്റെ നേരെ റിവേഴ്സ്. അതായത് ഇനിയിപ്പം ഫോക്കസിൽ കൂടിയാണ് ഇൻസിഡന്റ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. 3 കാര്യങ്ങൾ. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയാണ് ഇൻസിഡന്റ് ആവുന്നെങ്കിൽ തിരിച്ചു പോകുന്നതും സെന്റർ ഓഫ് കർവേച്ചറിലൂടെ. രണ്ടാമത്തത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഇവര് പോകുന്നതെന്നുണ്ടെങ്കിൽ റിഫ്ലക്ട് വരുന്ന റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസിലൂടെ പാസ് ചെയ്യും. അടുത്തത് ഫോക്കസിലൂടെയാണ് ഒരു റേ ഇൻസിഡന്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ അവര് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നത് പാരലൽ പാത്തായിരിക്കും, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏത് മിററിന്റെയും എങ്ങനെ വേണേലും ഏത് പോയിന്റിലാണ് ഉള്ളതെന്ന് ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. നോക്കൂ, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണ്, അതായത് എവിടെയോ ഒരു ദൂരത്താണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇമേജ് കേട്ടോ. ഇവിടെ AB എന്ന് പറഞ്ഞ ഇമേജ്. നമ്മളപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോൺകേവ് മിറർ വരയ്ക്കാം. നമുക്ക് കോൺകേവ് മിററിന്റെ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കോൺകേവ് മിറർ വരയ്ക്കുക. അതിന്റെ ഈ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഇവിടെ ആയിരിക്കും നമ്മൾ സിൽവർ കോട്ടിങ്, നമ്മളൊരു കോട്ടിങ് കാര്യങ്ങളൊക്കെ വരണത് ഈ ഭാഗത്തായിരിക്കും. ഇതായിരിക്കും ഈ വരുന്ന ഭാഗമാണ് എന്താ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കേർവ്ഡ് ഇൻവേർഡ്സ്. അതാണല്ലേ കോൺകേവ് മിറർ. അത് നമ്മൾ വരയ്ക്കാം. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മിററിന്റെ ഈ സെന്റർ പോയിന്റിനെ പോൾ എന്നും, ഈ ഒരു മിറർ ഇങ്ങനെ നമ്മൾ സർക്കിൾ പോലെ ഈ ഒരു മിറർ ഇങ്ങനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് സർക്കിളാക്കി വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്നും, റേസ് ലാസ്റ്റ് കൂട്ടിമുട്ടുന്ന മീറ്റപ്പ് ചെയ്യുന്ന പോയിന്റിനെ ഫോക്കസ് എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളും നമ്മൾക്ക് അറിയാം. ഇത്ര നമ്മൾ വരച്ചു വെക്കാം, ഒബ്ജക്റ്റ് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് റേസ് വന്ന് നേരെ ഇൻസിഡന്റ് ആവുന്നു. ഇവിടെ വന്ന് ഇൻസിഡന്റ് ആയിട്ട് ഈ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ആവുന്നു. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ഒരു റേ പാസ് ചെയ്യുന്നത്. കണ്ടോ, ഈ റേ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. താഴത്തുനിന്നും ഒബ്ജക്റ്റിന്റെ താഴ്ഭാഗത്തുനിന്നും വരുന്നതും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെയാണ്. അങ്ങനെ പാരലൽ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം അത് ഫോക്കസിലൂടെ കയറിയായിരിക്കും പോകുന്നുണ്ടാവാം. അതെ, നേരെ ഫോക്കസിൽ കൂടി പാസ് ചെയ്തു. ഇവിടെ ഫോക്കസിൽ കൂടി പാസ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ടൈപ്പ് ഇമേജ് ആണ് കിട്ടുന്നത്? വളരെ ഇത് വെച്ച് നോക്കുമ്പോൾ സൈസ് വളരെ ചെറുതാണ് അല്ലേ, വളരെ
റിയലും ഇൻവേർട്ടഡും ഡിമിനിഷ്ഡും ആയിട്ടുള്ള ഒരു ഇമേജ് അറ്റ് ഫോക്കസിലാണ് നമുക്ക് കിട്ടാം. കണ്ടോ, ഇതാണ് ഫോക്കസ് പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഒബ്ജക്റ്റ് ബിയോണ്ട് സി. അതായത് നേരത്തെ നമ്മൾ ഇൻഫിനിറ്റിയിൽ ഇവിടെ പുറകിലായിരുന്നു വെച്ചത് അല്ലേ, അപ്പൊ നമുക്ക് എഫിൽ കിട്ടി. ഇപ്പൊ നമുക്ക് ബിയോണ്ട് സി, ഈ സിയുടെ ബാക്കിലായിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ വെക്കാം. അപ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, മിറർ വരയ്ക്കുന്നു, പോള് വരയ്ക്കുന്നു, എഫ് വരയ്ക്കുന്നു, സി വരയ്ക്കുന്നു. ഇതൊക്കെ ആർക്കും, ഇത്ര കാര്യങ്ങൾ ആർക്കും വരയ്ക്കാം. ബാക്കി നമ്മൾ ആലോചിക്കാം. ഈ ഒബ്ജക്റ്റിന് പാരലായിട്ട് ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നുണ്ട് അല്ലെ ഒരു റേ. അത് എങ്ങനെ പോകും? ഫോക്കസിലൂടെ ആയിരിക്കും അത് കടന്നു പോകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റേ ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുക അല്ലെ. നമ്മൾ പഠിച്ചു, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ഒരു റേ വന്ന് ഇൻസിഡന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ആയി പോകുന്നതും അതേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആരോ ബാക്ക് ആരോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും റേസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെയാണ് അല്ലെ. ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ നമുക്ക് എങ്ങനത്തെ ഒരു ഇമേജ് കിട്ടും? ഒരു റിയലും ഇൻവേർട്ടഡും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിന് അടുത്തത് നമ്മൾ ബിയോണ്ട് സി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അറ്റ് സി. സിയിലാണ് ഇമേജ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇമേജ് കിട്ടുമെന്ന് നോക്കാം. ഇവിടെയും സെയിം പ്രിൻസിപ്പൽ ആക്സിസ്, പോള്, ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുന്നു. ഫസ്റ്റ് കേസിൽ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അത് നേരെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നിൽ എഫ് മാത്രമേ ഉള്ളൂ അല്ലെ. ഫോക്കസിൽ കൂടെയാണ് ഒരു റേ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് റിഫ്ലക്ട് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും. അപ്പൊ കണ്ടു, ഇവിടെ നോക്കൂ, ഫോക്കസിൽ കൂടി പാസ് ചെയ്തപ്പം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണിക്കാം അല്ലെ. അപ്പം അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു റിയലും ഇൻവേർട്ടഡും സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അതേ സെയിം സൈസ് ആയിട്ടാണ് അല്ലെ നമുക്ക് കിട്ടുന്നത്. സെയിം സൈസ് അറ്റ് സി, സിയിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടുന്നു. ഒരേ സൈസിൽ റിയലും ഇൻവേർട്ടഡും സെയിം സൈസും ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും സിയിൽ വെക്കുമ്പോൾ കിട്ടുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതായത് ഇൻഫിനിറ്റി കഴിഞ്ഞു, ബിയോണ്ട് സി കഴിഞ്ഞു, അറ്റ് സി കഴിഞ്ഞു. ഇനി സിയുടെ എഫിന്റെ നടുക്കാണ് നമ്മൾ വെക്കണം അല്ലെ. ഇങ്ങനെ മുന്നോട്ട് വരുവാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്നത് എഫിലൂടെ പാസ് ചെയ്യും. അടുത്തത് ഇതില് എന്താണ്? നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ കൂടി വരക്കാൻ പറ്റുള്ളൂ അല്ലെ, വേറെ മുന്നോട്ടൊന്നുമില്ല. അതായത് സെന്റർ ഓഫ് കർവേച്ചർ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഇൻസിഡന്റ് ആവുകയാണ് ഉണ്ടെങ്കിൽ അതേ പാത്ത് ബാക്കിൽ സി കൂടി ടച്ച് ചെയ്തിട്ടായിരിക്കും ബാക്കിലോട്ട് വരണം. കണ്ടോ, ഈ സി പാത്തിൽ കൂടി തന്നെയാണ് വരുന്നത്, റിഫ്ലക്ട് ആവുന്നതും ഇൻസിഡന്റ് ആവുന്നതും. ഇത് മീറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു പോയിന്റിലാണ് അല്ലെ. നമുക്ക് കിട്ടുന്നുണ്ട് റിയലും ഇൻവേർട്ടഡും കുറച്ചുകൂടി ലാർജർ, ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ആയിട്ടുള്ള ഒരു ഇമേജ് ഇസ് ഫോം ബിയോണ്ട് സി. നമുക്കറിയാം, നമ്മൾ ഈ ഡിസ്റ്റൻസ് അടുപ്പിച്ച് കൊണ്ടുവരുന്ന അനുസരിച്ച് കോൺകേവ് മിററിൽ നമുക്ക് ഇമേജിന്റെ സൈസ് വലിപ്പം കൂടി വരും അല്ലെ. അപ്പൊ ഇവിടെ അതാണ്. ഇപ്പൊ നമ്മൾ ബിയോണ്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ മിറർ അടുത്താണ് ഇരിക്കുന്നത് അല്ലെ. ഒബ്ജക്റ്റും മിററും നമ്മൾ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമുക്ക് ഇമേജിന്റെ സൈസ് വലിപ്പം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ വലിപ്പം വന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റ് അറ്റ് എഫ്. അടുത്തത് എഫിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്? സെയിം, നമ്മൾ പാരലൽ ടു എക്സ് ആക്സിസ് പാസസ് ത്രൂ ഫോക്കസ് എന്നുള്ളതും കിട്ടി. ഇനി അടുത്തത് സെന്റർ ഓഫ് കർവേച്ചർ കൂടി പാസ് ചെയ്യുകയാണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ കൂടി തന്നെ റിഫ്ലക്ട് ആയി പോകുന്നുണ്ട് അല്ലെ. അതായത് നമുക്ക് ഇൻഫിനിറ്റിയിൽ എവിടെയോ ആണ് ഇമേജ് കിട്ടുന്നത്. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അവിടെ ഇമേജ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിയലും ഇൻവേർട്ടഡും എൻലാർജ്ഡ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും ഇമേജ് കിട്ടുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. നമ്മൾ ഏറ്റവും അടുത്തല്ലേ, എഫിനും പിന്റെ അടുത്തെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മിററുമായിട്ട് അത്രയും ക്ലോസർ ആണ്. അപ്പൊ എന്താണ്, പാരലൽ ആയിട്ട് ഇതാ പോകുമ്പോൾ നമുക്ക് തിരിച്ച് ഫോക്കസിൽ കൂടി പാസ് ചെയ്യും. അടുത്തത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് സെന്റർ ഓഫ് കർവേച്ചർ കൂടി തന്നെ പാസ് ചെയ്യും. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് നമ്മളിത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണല്ലേ. എന്നിട്ട് ജോയിൻ ചെയ്ത് നമ്മളൊരു ഇമാജിനറി പോലെ കാണിക്കുകയാണ്. അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ജോയിൻഡ് ആവുന്ന കാണാം അല്ലെ. ഇവിടെ നമ്മൾ ഇമേജ് വരയ്ക്കുന്ന. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വിർച്വൽ ആണ്, വിർച്വൽ ഇമേജ് ആണ് ഇവിടെ കിട്ടുക, റിയൽ അല്ല കേട്ടോ. വിർച്വൽ ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റില്ല.
അപ്പൊ ഇവിടെ വിർച്വൽ ഇമേജ് കിട്ടും. ഇറക്റ്റ് ആണ് അല്ലെ, ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. ആൻഡ് മാഗ്നിഫൈഡ് ബിഹൈൻഡ് ദ മിറർ, അതായത് മിററിന്റെ പുറകിലാണ് നമുക്ക് കിട്ടുന്നത്. വിർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്, വെരി വെരി മാഗ്നിഫൈഡ് ആണ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ നമുക്കൊരു ജോയിൻ ചെയ്ത് അത് മീറ്റപ്പ് ചെയ്യണായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ബിഹൈൻഡ് ദ മിററിൽ നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, ഇവിടെ കണ്ടോ, എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെയധികം മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓഫ് കോൺകേവ് മിറർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഡെന്റൽ മിറർ ആയിട്ടും, കാരണം നമുക്ക് ഇവിടെ പല്ലിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സൂംഡ് ആയിട്ട് ഇമേജ് കിട്ടും. പിന്നെ മേക്കപ്പ് മിറേഴ്സ് ആയിട്ടും ടോർച്ച് റിഫ്ലക്ടേഴ്സിലൊക്കെ നമ്മൾ ഈ കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കോൺകേവ് മിററിന്റെ എന്താണെന്നും അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും അതിനെങ്ങനെ ഇമേജ് ഫോർമേഷൻ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് അല്ലെ, നമ്മള് ഇൻഫിനിറ്റി തൊട്ട് ഇങ്ങോട്ട് വന്ന് 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 ഫോക്കസിനും പോളിനും ഇടയിൽ വരെയുള്ള നമുക്കിപ്പോ സ്വന്തമായിട്ട് വരയ്ക്കാൻ അറിയാം. ആകെ 3 കാര്യം മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി അല്ലെ. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ എന്ത് വരും, ഫോക്കസിൽ കൂടി പാസ് ചെയ്യുമ്പോൾ എന്ത് വരും എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ആർക്കും ഇത് വരയ്ക്കാൻ സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, please share this to your friends also if you find it useful. Thank you.